ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ ഒരു ടോഡി ഷോപ്പിലേക്ക് പോകാമെന്ന് വെച്ചു. സാധാരണ ടോഡി ഷോപ്പല്ല, കേരളത്തിലെ ആദ്യത്തെ പബ്ബിൻ്റെ രീതിയിൽ പണിത ഒരു ടോഡി ഷോപ്പാണ്. ബോച്ചയുടെ ടോഡി ഷോപ്പാണ്. ബോച്ചെ ഭോജനാലയം എന്നുള്ള പേര് ഇതിലുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഇത് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ ആസ് ഇറ്റ് ഈസ്, അതിന് പ്രത്യേകിച്ച് ഫ്ലോറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ചുമ്മാ ഒരു ഓപ്പൺ ഏരിയയിൽ അവർ പാർക്കിംഗ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ യൂസഫ് അലി അങ്ങനെ ചെയ്യുന്ന പോലെ പാർക്കിങ്ങിന് വേണ്ടി കാശൊന്നും ഇവിടെ വാങ്ങിക്കുന്നില്ല. അത് വലിയൊരു മഹത്വമായിട്ട് ഞാൻ കാണുന്നു. സാധാരണ ഇൻഡസ്ട്രിയൽസ് ഇപ്പോൾ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽസ് സ്വന്തം സ്ഥാപനത്തിൽ വരുന്ന പാർക്കിങ്ങിന് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ബോച്ചയുടെ കള്ള് ഷാപ്പിലേക്ക് ആദ്യമായിട്ട് കയറുകയാണ്. ഇത് ടോഡി ഷാപ്പ് കൂടിയാണ്. ഇവിടെ നല്ല മീൻകറിയും നമ്മൾ കിട്ടുന്നതിനുള്ള അറിവ് കിട്ടിയ കാരണമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് കായൽ തീരമാണ്. നമുക്കൊന്ന് കയറി നോക്കാം. ഇത് കയറി പോണ വഴിയാണ്. പിന്നെ പാർക്കിംഗ് അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റോടും. കള്ള് ഷാപ്പിൽ പോകുന്ന ആൾക്കാരാണ് ഇവർ, ഇത് മുമ്പിൽ പോകുന്ന ആൾക്കാർ. ഇത് അങ്ങോട്ടേക്കുള്ള കവാടമാണ്. കവാടത്തിൽ തന്നെ ബോച്ചയുടെ വലിയ പ്രതിമയൊക്കെ കാണാം. നമുക്ക് ഒരു വെങ്കല പ്രതിമ പോലെ തോന്നുന്നു. ബോച്ച ഓടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഞാറക്കലിന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. വഴിക്ക് തന്നെ പുള്ളിയുടെ ഒരു പ്രതിമയുണ്ട്, 2 പ്രതിമയുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ പുള്ളിയുടെ ഒരു പ്രതിമ എനിക്ക് തോന്നുന്നത് എന്താ ഇത് വെങ്കലാണോ അങ്ങനെ കണ്ടൊക്കെയാണ്. നോക്കാം. എന്തായാലും സ്വന്തം പേരിൽ പുറത്ത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കാണ്ട് തന്നെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഇങ്ങനെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചില മനസ്സിലാവും. ഫുള്ള് ബോച്ചയുമായെന്ന പോലെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രതിയെ നമുക്ക് ഒരു തെങ്ങ് കയറുന്ന പോലെ വെച്ചിട്ടുണ്ട്. അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇടതുവശത്തൊക്കെ കാണുന്നത് ഇവിടെ മീൻ വളർത്ത് കേന്ദ്രം തന്നെയാണ്. ഇവിടെ ഫ്രീ ബോട്ടിംഗ് ആണ് ഈ കാണുന്ന സ്ഥലം. അവിടെ ഫ്രീ ആയിട്ട് ബോട്ടിംഗ് ചെയ്യുന്നവർ പറയുന്നു. മനോഹരമാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രീ ബോട്ടിംഗ് തൊട്ടടുത്ത് ഞാറക്കലിൻ്റെ ഒരു മത്സ്യബന്ധന ഒരു കേന്ദ്രമുണ്ട്. അവിടെ ബോട്ടിങ്ങും ഭക്ഷണമൊക്കെ ഉണ്ട്. സെയിം ഇത് നേരത്തെ തുടങ്ങിയതാണ് അവർ. അപ്പോൾ അതിനൊരു 300-350 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കള്ളും കുടിക്കാം. ഇതേ സംഭവങ്ങൾക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ അവിടെയുള്ള സംഭവങ്ങൾക്ക് ഇവിടെ പറത്തിയിട്ടുണ്ടെന്ന് ചുരുക്കം. പ്ലസ് ആഡഡ് വാല്യൂ തരാൻ വേണ്ടി വേറെ ഓരോ ഐറ്റംസും ചേർത്തിട്ടുണ്ട്. ഇതാണ് ആ രണ്ടാമത്തെ പ്രതിമ. ബോച്ച് തെങ്ങിന് ചെത്താൻ വേണ്ടി കയറുന്ന ഒരു പ്രതിമ. ഇത് പ്രതിമയുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തെങ്ങിലേക്ക് കയറിയിട്ടില്ല. ഇതിപ്പോൾ ദിപ്പ് തുടങ്ങിയിട്ട് കുറേ കൊല്ലം തോന്നുന്നു. ഇതിൻ്റെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മുല്ലപ്പന്തൽ ഷാപ്പുണ്ട്. ഷാപ്പുകൾ പല സ്ഥലത്തായിട്ടുണ്ട്. ഇത് ഒരു ഷാപ്പിനെ എങ്ങനെ മനോഹരമാക്കി എടുക്കാം, എന്നിട്ട് മാർക്കറ്റ് ചെയ്ത് വിൽക്കാം, അല്ലെങ്കിൽ കള്ളുടിക്കുന്ന ആൾക്കാരെ ആകർഷിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫാമിലിക്ക് മാത്രം കഴിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അതും രസമുണ്ട്. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് മെയിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. ഇതൊരു വള്ളം കമത്തി വെച്ചിട്ടുണ്ട്, മുകളിൽ റൂഫിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ തടിയുടെ ഡിസൈനൊക്കെ വെച്ചിട്ട് കുറേ ചെടികൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്, നെറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ റൂഫ് അങ്ങനെയാണ് ആക്കിയെടുത്തേക്കുന്നത്. അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ കസേര, പിന്നെ ഒരു ടേബിള്, ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഒരു ബാറിൻ്റെ പോലത്തെ കുറച്ച് ലൈറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഫാനും ഉണ്ട്. സോ അത്യാവശ്യം മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് കായലാണ്, അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സാണ്. അവിടെ നിന്ന് നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കും. പലയിടത്തും ഇവിടെ ബുക്കും ചെയ്തിട്ട് നമുക്ക് വരാം. ഓരോ സ്ഥലം ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ വരാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ടും വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വാഷ്റൂമുണ്ട്. എല്ലാം ഒരു നല്ലൊരു ഐഡിയ എന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പുതുമ തോന്നും. ഷാപ്പാണെങ്കിൽ ഷാപ്പാണ്, എന്നാൽ ഷാപ്പല്ലേ റെസ്റ്റോറൻറ്റുമാണ്. രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു രീതിയിൽ പബ് എന്ന നിലയ്ക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. തീം അതാണ്. ഓപ്പൺ കിച്ചൺ തന്നെയാണ്. നമുക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനും പറ്റും. പിന്നെ ബോച്ചനെ പറ്റിയുള്ള ഈ ഒരു ബോച്ച ടോഡി പബ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ TV-യിൽ ബോച്ചയുടെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ടോയ്ലറ്റ് ഏരിയ. ഇത് മെനു ഒക്കെ ഉണ്ട്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇവിടെ എല്ലാം. ഇവരുടെ മെനുവിൽ പാൽക്കപ്പ എന്നുള്ള ഒരു ഐറ്റം ഒക്കെ ഉണ്ട്. അത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ ഈ ടൈൽസ് ഒക്കെ ഇങ്ങനെ പായിക്കുകയാണ്. അതായത് വലിയൊരു പോർഷൻ എന്ന് പറയാനില്ല, എന്നാൽ ഒരു ടോഡി ഷോപ്പ് എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സ്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഐഡിയ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് പോലത്തെ, അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരിക്കും. പിന്നെ അവിടെ കള്ളിൻ്റെ ഒരു കുടത്തിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ഒരു കുടത്തിന് 200 രൂപയാണ് ഈ ഒരു കള്ളുകുടം. ഞാനും വാങ്ങിച്ച് കഴിച്ചു. ഒരു 3-4 ഗ്ലാസ് കിട്ടും ഒരു കുടത്തിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം നല്ല തെങ്ങുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഇറച്ചിയൊക്കെ കിട്ടും. ബീഫും കോഴിക്കറിയൊക്കെ കിട്ടും. പുറത്തേക്ക് അതിൻ്റെ ബാക്കോട്ട് അടുത്തേക്കുമ്പോൾ അവിടെ ബോച്ച മത്സ്യവളർത്ത് കേന്ദ്രം നേരിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് മത്സ്യങ്ങൾ വളർത്തി, ഇവിടുത്തെ തന്നെ മീൻ എടുത്തിട്ടായിരിക്കും ഇവർ നമുക്ക് ഭക്ഷണമാക്കി തരിക. അപ്പോൾ ഇതിൽ കൂടെ പോകാനുള്ളൊരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഡെക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. ആ ഡെക്കിൽ ഇരുന്ന് നമുക്ക് കുറച്ച് ഇരിക്കാം. ഞാൻ ഭക്ഷണം കണ്ട് അവിടെ പോയി കുറേ ഇരുന്നു. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ നമ്മുടെ തെങ്ങിൻ്റെ മടൽ വെച്ചുണ്ടാക്കിയ ഈ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് നമ്മളൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ ഒരു ഇൻവൈറ്റിംഗ് ലെവലിൽ അങ്ങനെ ഈ മടക്കല തിരിച്ചു വെച്ച് പോകുമ്പോൾ രസമായിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐഡിയ ആണ്.
നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. സോ ഇത്രയും ഒരു ഏരിയ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റിമറിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ബോച്ചയുടെ കള്ള് ഷാപ്പിലെത്തി, ടോഡി ഹബ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തി. ഇത് വൈപ്പിൻ്റെ വളരെ അടുത്താണ്. പിന്നെ നമ്മളൊരു ഔട്ടിങ്ങിന് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാനാണ്, കുറച്ച് നല്ല കള്ള് ഷാപ്പിൽ കയറി കുടുംബമായിട്ട് ഫാമിലിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ കള്ള് ഷാപ്പിൻ്റെ രീതികളുണ്ട്, എന്നാൽ ഫാമിലിയായിട്ട് കയറുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ കള്ള് കുടിച്ചാൽ എനിക്ക് കള്ള് വലിയ കുഴപ്പമില്ലാതെ തോന്നി, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും കൂടി കഴിക്കുക. അപ്പോൾ ഫ്രീ ബോട്ടിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ വന്ന ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് വെറുതെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ റീസണബിളായ റേറ്റിലാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫാമിലിയായിട്ട് വന്ന് കഴിക്കാനും അത്യാവശ്യം കുറച്ച് കള്ള് കുടിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഏരിയ നന്നാക്കി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ബിസിനസ് പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിങ്ങിന് പിന്നെ ആശാനാണല്ലോ ഈ ബോച്ച് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാണ്ടായാലും മാർക്കറ്റിംഗ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമില്ലാണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ ക്യാഷ് വരുത്താനുള്ളൊരു മാർഗ്ഗമാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ എനിക്കറിയാം, ഇതിന് മുമ്പ് ഇത് എങ്ങനെ കടന്നെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിങ്ങനെ വികസിപ്പിച്ചെടുത്തത് ശരിക്കും പറഞ്ഞാൽ അപ്രിസിയേഷൻ അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു വിസിറ്റിന് വർത്തായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റംസൊക്കെ കാണുന്നത്. കയറി ഒന്ന് പത്ത് ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ മീൻ പിടിക്കാൻ ഉള്ള ഒരു ചൂണ്ടയുണ്ട്, അതിൽ മീൻ പിടിക്കാം. പിന്നെ ഇങ്ങനെ ഫാമിലിക്ക് ഇരിക്കാനുള്ള ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടെ കാറ്റൊക്കെ കിട്ടും. അപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ വരിക, അല്ലാണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ തിരക്കില്ലാത്തവരും കയറി ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആൾക്കാരെ കാണണമെങ്കിൽ അപ്പുറത്തിരിക്കണം. സോ എനിവേ ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. ഫാമിലി ഡൈനിങ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ബോട്ടിംഗ് എന്ന് പറഞ്ഞ അപ്പുറത്ത് വേറെ ഏരിയ ഉണ്ട്. ഇത് ഞാൻ ആദ്യം കണ്ടില്ല, കണ്ടെങ്കിൽ ഇവിടെ വന്നേ കഴിക്കുള്ളായിരുന്നു. സോ അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ പുള്ളി ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള മീനുകൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൂണ്ടയിട്ട് എന്തായാലും മീനെ കിട്ടാറുണ്ട് ഇവിടെ. സോ കുറേ പേർക്ക് മീനെ കിട്ടുന്നത് ഞാൻ തന്നെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ബോട്ടിംഗ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ട് പോവുകയാണ്. ബോട്ടൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആക്ച്വലി പെഡൽ ബോട്ടാണ്. അപ്പോൾ നമ്മൾ കയറി ചവിട്ടിക്ക് പോകണം. 4 പേർക്ക് ഇരിക്കാം. ഒരാൾ ചവിട്ടിയാലും സാധനം നീങ്ങും. അത്യാവശ്യം ബോട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾ വേണം മുമ്പിരിക്കാന്ന് മാത്രം. ഫ്രീ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബോട്ടിംഗ് കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഫ്രീ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിനെ ഒരു മാർക്കറ്റിംഗ് പണി ചെയ്യാനായിരിക്കും. ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. വണ്ടി ഇപ്പോൾ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുമ്പോട്ട് എടുക്കണം. വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീ ആണ് ശരിക്കും പറഞ്ഞാൽ. ഭക്ഷണത്തിൻ്റെ കാശ് മാത്രമേ ഇവിടെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഈ ബോട്ടിംഗ് എന്നുള്ള പരിപാടി. ഒരാളുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ചവിട്ടി പോകാമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ചവിട്ടുന്നത്. പക്ഷേ സംഭവം രസമായിട്ട് പോകുന്നു. പണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാറയ്ക്കൽ പോകണമായിരുന്നു. ഞാറയ്ക്കൽ അത് ഇപ്പോഴും ഉണ്ട്. ഒരു മത്സ്യഫെഡിൻ്റെ ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ എല്ലാ ആശയങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കള്ളും. അപ്പോൾ എനിവേ ഇവിടെ ആളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന ഇത് ചെയ്ത ആൾക്കറിയാം. അത് തന്നെയാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോർത്തുകൊണ്ട് മത്സ്യഫെഡിൻ്റെ അവിടെ കുറവൊന്നുണ്ടാവില്ല. കാരണം അതും നല്ല മനോഹരമായ ഒരു ഏരിയ തന്നെയാണ്. അതിന് പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. അതിൽ കൊട്ടവഞ്ചി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടാണ്. ഇതിപ്പോൾ പുള്ളിക്ക് വേണ്ടി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇന്ന് ഇവിടെ ബോട്ടിംഗ് ഒന്നും അധികം ആൾക്കാരെ ഞാൻ കണ്ടില്ല. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഉച്ചയായിരുന്നു, നല്ലൊരു ഭക്ഷണമായിരുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വല്ലാർപാടത്തമ്മ എന്ന ആ ഒരു പള്ളി വരുന്നത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി കാണുന്നുണ്ട്. കൂടെ വന്നവർക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വല്ലാർപാടം പള്ളിയിലെത്തി. ഇവിടെ തൊട്ടടുത്തായിരുന്നു, ഇവിടെ കയറിയതാണ്. ഉച്ചയ്ക്ക് വല്ലാർപാടം പള്ളി എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങളെ കണ്ടിട്ടങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. കൂടെയുള്ളവർക്ക് നിർബന്ധം കാരണമാണ് പള്ളി കയറിയത്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സെൻ്റർ കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ടൂറിസ്റ്റ് സെൻ്റർ എന്ന പോലെ കണ്ടിട്ട് പോകാനും രസമുണ്ട്. ഞാൻ ഈ വല്ലാർപാടം പള്ളിയെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് വന്ന് പോയി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് ആളുകൾ ചൂലുകൊണ്ട് ഇങ്ങനെ വെറുതെ അടിച്ചിറക്കാൻ കണ്ടു. അവിടെ പ്രത്യേകിച്ച് അടിക്കാനൊന്നും ഇല്ലാണ്ട് കൂടി അവർ അടിച്ചിറക്കുന്നുണ്ട്. കുറച്ച് പേര് ഇതിൽ കൂടെ മുട്ടിലഴിഞ്ഞിറക്കണ കണ്ടു. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് ഞാൻ പോരുകയുണ്ടായത്. ഞങ്ങൾ തിരിച്ചങ്ങ് പോന്നു. നന്ദി, നമസ്കാരം.